നമുക്കപ്പോ പോസിറ്റീവായിട്ട് സംസാരിച്ചു തുടങ്ങാവേ. പേടിയൊന്നും ഇല്ലല്ലോ? ഒരു പേടിയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ല, പിന്നെ എന്നത്തിന് ഈ ഒരു പേടി ആണ് മോളെ. എനിക്കാണെങ്കിൽ എനിക്ക് ചെറുതിലേ അറിയാം എനിക്ക്. എങ്കിലും ഇത്രയും വർഷം 19 വർഷമായിട്ട് അഭിനയിക്കുവാണ്. ഇപ്പോഴും ആക്ഷൻ എന്ന് കേട്ട ഒന്ന് പെട്ടെന്നൊരു ഇതാവും. പക്ഷെ പിന്നെ അങ്ങ് ലൈവ് ആയിക്കോളും, പിന്നെ പ്രശ്നമില്ല. ഇപ്പോഴും ഉണ്ട് മോളെ. അതെന്താന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നത് അതൊരു ഒരു ഗുരുത്വമാണെന്നാണ് പറയുന്നത്. അതായത് എനിക്കെല്ലാം അറിയാം, അങ്ങനെയല്ല. ഇപ്പോഴും ചേച്ചി വയസ്സായിട്ടും അതിനെ അങ്ങേറ്റം സ്നേഹിക്കും. ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. ആന്റി ചോദിക്കുന്നതിനൊക്കെ നല്ലതായിട്ട് മറുപടി പറയാൻ പറ്റും. ചോദ്യം ഒന്നുമില്ല, നമുക്ക് എല്ലാം ലൈവായി. അത്രേ ഉള്ളൂ. ഇവിടെ ആനിയുടെ അടുക്കള എന്ന് പറയുന്നത് ഇവിടെ വന്ന് ചേച്ചി എന്ത് ചെയ്യുന്നു അങ്ങനെ ചോദിക്കുന്നതല്ല. ഇവിടെ നമ്മൾ നമ്മുടെ സ്വകാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് എല്ലാ വീട്ടമ്മമാരും നമ്മളോടൊപ്പം നമ്മുടെ ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വർത്താനം പറയുന്നതിന് ഒരു സന്തോഷമില്ല. പിന്നെ ഞാൻ എപ്പോഴും കാണുന്നതില്ല. അല്ല പിന്നെ എന്നുവെച്ച് ഇവിടെ വന്നേച്ച് ചോദ്യ ഉത്തരങ്ങൾക്ക് ഇവിടെ ചോദ്യമില്ല ഉത്തരവും ഇല്ല, നമ്മൾ തുറന്ന് സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ കുറച്ചു മുന്നേ ഒരു കാര്യം പറഞ്ഞേ, ചേച്ചിക്ക് ഇപ്പോഴും വയസ്സായിട്ട് ആ ഒരു ഗുരുത്വമുണ്ട്, പേടിയുണ്ട്. ആര് പറഞ്ഞു വയസ്സായെന്ന്? ഇപ്പോഴും ഇത്ര എവർഗ്രീൻ ആയിട്ടിരിക്കുന്നത് എങ്ങനെ? ഓ എനിക്കറിയില്ല. ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ ചേച്ചി, ഓമൻ ചേച്ചി, എൻ്റെ ദൈവമേ ഈ തള്ള ഇപ്പോഴും ഇങ്ങനെ എന്താ ചേച്ചി കഴിക്കണേ? അപ്പൊ ഞാൻ പറയും ഗൂസ്പാണ്ട രസായനം. ചുമ്മാ പറയണത് ഞാൻ ഉള്ള കാര്യം പറയാം. ആ പറഞ്ഞ രസായനം വല്ലതും കഴിക്കുന്നുണ്ടോ? സത്യം ഒന്നുമില്ല മോളെ. ടച്ച് വുഡ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് തോന്നുന്നത് നല്ല മനസ്സിന്റെ ഉടമയാണ്ട. നല്ല മനസ്സൊക്കെ നല്ലത് തന്നെയാണ്. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ വന്നതല്ലേ. അപ്പോൾ ദൈവം ഇവരെ ഇച്ചിരി നന്നായിട്ട് ഇരിക്കട്ടെ, അസുഖങ്ങളൊന്നും ഇല്ലാതെ. അസുഖങ്ങളില്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല, ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് അതാണ്. മനസ്സിന് സമാധാനമുണ്ട്. അതാണ് എപ്പോഴും പോസിറ്റീവ് ആവാം. ഒന്നിനെ കുറിച്ച് ആലോചിച്ചു സ്ട്രെസ് വേണ്ട. സത്യം. അപ്പൊ സ്ട്രെസ് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫേസിൽ അത് കാണും. അല്ലേ? തീർച്ചയായും. ഈ പറഞ്ഞ പോലെ ദൈവം അനുഗ്രഹിച്ച് ചേച്ചിക്ക് ആ സ്ട്രെസ് ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. ഈ സൗന്ദര്യവും ഈ ഒരു ടച്ച് വുഡ് എപ്പോഴും ചേച്ചിയുടെ കൂടെ തന്നെ ഇരിക്കട്ടെ, അല്ലേ? ഇപ്പൊ ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ ചേച്ചിയുടെ നല്ല പ്രായത്തിൽ എങ്ങനെയായിരുന്നു? എന്റെ ദൈവമേ, അതുകൊണ്ടായിരിക്കുമോ എന്നെ ഒരാൾ അടിച്ചു മാറ്റിയത്? അടിച്ചുമാറ്റിയതാ? അയ്യോ, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇത് എങ്ങനെ അടിച്ചു മാറ്റി? ചേച്ചി കാര്യങ്ങൾ പറഞ്ഞു വരും, കേക്കട്ടെ. ഒന്നുമില്ല മോളെ, ഞാൻ നാടകത്തിൽ നിന്നൊക്കെയാണ് തുടങ്ങിയത്. ചെറുപ്പം മുതൽ നാടകത്തിൽ. പക്ഷെ ചെറുപ്പം മുതലേ നാടകത്തിലല്ല, കൊച്ചുകുട്ടിയായിട്ട് മെർലാൻഡിലെ സിനിമകളിലാണ് കുഞ്ഞു പ്രായത്തിലേ അഭിനയിച്ചു. കുഞ്ഞു പ്രായത്തിലേ ഞാനാണ് അച്ഛനെയും അമ്മയും നോക്കിയത്. കാരണം കുഞ്ഞുനാളിൽ ജോലി ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുത്ത് അരി മേടിച്ച്. എത്ര വയസ്സ് ചേച്ചി അഭിനയിച്ചു? ഞാൻ മെർലാൻഡിലൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് ഒരു 5-6 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴത്തേക്ക്. അപ്പൊ ചേച്ചിക്ക് കലയോടൊക്കെ ഭയങ്കര ഇഷ്ടം? അല്ല മോളെ, കലയോടുള്ള സ്നേഹമല്ല, ദാരിദ്ര്യം. അതാണ്. കാരണം നമുക്ക് അങ്ങനെ ജീവിക്കാനൊന്നും അങ്ങനെ വലിയ സമ്പത്തൊന്നുമില്ല. ഒരു പാവപ്പെട്ട അച്ഛനും ഒരു ചെറിയൊരു മാടക്കടയും അമ്മയും പിന്നെ എൻ്റെ അനിയത്തി അടങ്ങുന്ന ഞങ്ങളൊരു കുഞ്ഞു ഫാമിലി. അപ്പോൾ അതുകൊണ്ടൊക്കെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ എല്ലാ ദിവസവും മെർലാൻഡിൽ പിന്നെ ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ്, ഇപ്പോഴാണ് ജൂനിയർ ആർട്ടിസ്റ്റ് എന്നൊക്കെ അന്ന് അറിഞ്ഞൂടല്ലോ. അപ്പം ഞാൻ അവരോട് നടന്ന് ചോദിക്കും, മാമ എന്നെ കൂടെ കൊണ്ടുപോകുമെന്ന് ചോദിക്കും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 3 നേരം ആഹാരം കിട്ടും, വൈകുന്നേരം പൈസ കിട്ടും. അതുകൊണ്ടൊന്ന് വീട്ടിൽ കൊടുക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം വളരെ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ കുഞ്ഞുനാൾ മുതൽ കഷ്ടപ്പെട്ടാണ് എൻ്റെ അമ്മയും അച്ഛനെ നോക്കിയത്. നല്ല കാര്യമല്ലേ ചേച്ചി? ആണ് മോളെ. പക്ഷേ അതെല്ലാം മാറി. എൻ്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ കണ്ടിട്ടായിരിക്കും സഹൃദനായൊരു മനുഷ്യൻ എന്നോട് സ്നേഹം തോന്നി, എനിക്കൊരു നല്ലൊരു ജീവിതം തന്നു. അല്ല, ആ കഥ എന്ന് പറഞ്ഞ ചുമ്മാ ഒരു വരിക്കൊക്കെ നിർത്തണ്ട, ഞങ്ങൾക്ക് അതൊക്കെ കേൾക്കണ്ടേ. ചേച്ചിയുടെ നല്ല കാലങ്ങളിലും ഒക്കെ ആയിട്ട് പോണം. നല്ല കാലങ്ങളെന്ന് പറഞ്ഞാൽ ഒറ്റ വരിക്ക് നിർത്തല്ല. ഇല്ല മോളെ, ഒറ്റ വരിക്ക് നിർത്താൻ പറ്റത്തില്ല. അത് എന്താണെന്നറിയാമോ, അത്രമാത്രം ത്യാഗങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ചു വന്നതാ. അപ്പം ഞാനിങ്ങനെ നാടക നടിയായി. ഞാൻ പ്രൊഫഷണൽ നാടകത്തിലൊക്കെ. നാടകത്തിൽ എത്ര വയസ്സിൽ വന്നു? നാടകത്തിൽ എനിക്കൊരു 10-16 വയസ്സുള്ളപ്പോഴേ ഞാൻ നാടകത്തിൽ വന്നു. പിന്നെ നാടകത്തിൽ ഞാൻ ഏകദേശം ഒരു 10-12 വർഷം ഒരേ നാടക ട്രൂപ്പിൽ തന്നെയാണ്. അന്നും ചേച്ചിക്ക് ഒരേ എയിമാണ്, പൈസ, എനിക്ക് പൈസ കളയാതെ സൂക്ഷിക്കണം, പിന്നെ എൻ്റെ അനിയത്തിയെ നല്ല നിലയിലാക്കണം, സ്വന്തമായിട്ടൊരു വീട് വേണം, ദാരിദ്ര്യമില്ലാതെ ജീവിക്കണം. അതാണ്. പക്ഷെ ഇന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ എനിക്ക് ഒരുപാട് ലാവിഷായിട്ട് ചെലവാക്കാൻ എനിക്ക് തോന്നിയേയില്ല. പറ്റില്ല എനിക്ക്. ഞാനിപ്പോൾ ട്രെയിനിൽ വരുവാണെന്ന് വെച്ചോളൂ, എൻ്റെ കയ്യിലിപ്പോൾ 100 രൂപ നോട്ടാണ്. അപ്പം ഞാൻ ഒരിക്കലും ചായയ്ക്ക് 10 രൂപ, ചില്ലറ ഇല്ലല്ലോ, 100 രൂപ മാറണ്ട,
എന്നിങ്ങനെ മനസ്സിലിങ്ങനെ തോന്നും എനിക്ക്. അവർ എന്തിനാണ് ഇപ്പോഴും ഈ ദാരിദ്ര്യം കാണിക്കുക, എന്താ ഒരു നല്ല ചായ വാങ്ങിച്ച് കുടിച്ചാൽ എന്ന്. അപ്പം ഞാൻ വിചാരിക്കുന്നത് വേറെ ഒന്നുമില്ല, അത് മാറണ്ട എന്നുള്ള ഒരു കാര്യം. ആ പ്രയാസം അറിഞ്ഞു വന്നത് കൊണ്ട് അതെന്റെ പേഴ്സിൽ ഇരുന്നോട്ടെ എന്നുള്ളൊരു മനസ്സ്, അല്ലാതെ അത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അല്ല ഞാനത് അങ്ങനെ. പക്ഷെ അതുകൊണ്ട് എനിക്ക് മെച്ചമുണ്ടായി, കുട്ടികൾ നല്ല നിലയിലായി. അല്ല അത് പറഞ്ഞില്ലല്ലോ. അപ്പം നാടകത്തിൽ ഇങ്ങനെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ എൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാളിന്, എൻ്റെ അയൽവാസി, പുള്ളിക്ക് സ്നേഹം തോന്നുകയും, പക്ഷെ ഞാൻ കല്യാണം കഴിച്ചു പോയാൽ എൻ്റെ കുടുംബം പട്ടിണിയാവും. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമല്ല കല്യാണം കഴിക്കണേ. കുടുംബത്തിൽ വേറെ ആരുമില്ല, എങ്ങനെ ജീവിക്കുന്ന. ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ അങ്ങനെ ആ ജീവിതം 10 വർഷം കല്യാണം നീട്ടിവെച്ചു. അല്ല നീട്ടിവെച്ചല്ല, ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ സാഹചര്യം. പിന്നെ പുള്ളിയുടെ വീട്ടിൽ ഒരു നടിയൊക്കെ അന്നത്തെ കാലത്തൊക്കെ കല്യാണം കഴിക്കുന്നതൊക്കെ പറയണത് കഷ്ടമല്ലേ, അവരെ വീട്ടുകാർ സമ്മതിക്കത്തില്ലല്ലോ. അന്ന് ഒരുപാട് ഇതുണ്ടല്ലേ, ഒരുപാടുണ്ടായിരുന്നു മോളെ. നമ്മൾ നാടകം കളിച്ചിട്ടൊക്കെ പോകുമ്പോൾ നാടക നടി കമന്റ് വരും. പിന്നെ അത് നല്ല രീതിയിലും പറയില്ല, മോശപ്പെട്ട രീതിയിലാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, എത്ര കാലം മാറിയിരിക്കുന്നു. ഇപ്പൊ എത്രയോ അങ്ങനെ 10 വർഷത്തെ സ്നേഹത്തിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത്. അതായത് അനിയത്തിയും കൂടെ നല്ല നിലയിലാക്കി. അതിനുശേഷം ഞാൻ കല്യാണം കഴിച്ചു. എൻ്റെ സ്വന്തം അമ്മയ്ക്കും ജീവിക്കാനുള്ള സ്വന്തമായിട്ട് വീടുണ്ടാക്കി കൊടുത്തു. അമ്മയും പിന്നെ അനിയത്തിയൊക്കെ നല്ല ഒരു ഇതിൽ എത്തിച്ചതിന് ശേഷമാണ് ഞാൻ കല്യാണം കഴിച്ചത്. കാണുമ്പോൾ തന്നെ മനസ്സിനൊരു തൃപ്തിയാണ്. ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറയും, അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ ആ രീതി അല്ല. അവർക്കിന്ന് ദാരിദ്ര്യം ഇല്ലല്ലോ. കുട്ടികൾ 2 പെൺകുട്ടികളാണ്. എൻ്റെ ഭർത്താവ് അധ്യാപകനായിരുന്നു, മരിച്ചിട്ട് ഇപ്പോൾ 16 വർഷമായി. അദ്ദേഹത്തിന് കലയോടൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം അഭിനയം അങ്ങ് നിർത്തി. പുള്ളിക്ക് വീട്ടുകാര് പിന്നെ വേണ്ട എന്നുള്ള ഇതിൽ. പിന്നെ എൻ്റെ മൂത്ത മോള് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ തിരിച്ച് അഭിനയിക്കാൻ വരും.